നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ആയൂരിൽ വാഹനാപകടത്തിൽ അച്ഛനും മകനും മരിച്ചു. MC റോഡിൽ ആയൂർ പാലത്തിന് സമീപം കാർ ലോറിയിലിടിച്ചാണ് ഇരുവരും മരിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. കല്ലുവാതുക്കലിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പാരിപ്പള്ളി തൊളിക്കോട് സ്വദേശി രവീന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. അന്വേഷണം ഊർജിതമെന്ന് പോലീസ്. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം. തഴവ പഞ്ചായത്ത് സെക്രട്ടറിയെ UDF പ്രവർത്തകർ ഉപരോധിച്ചു. കാട്ടുപന്നി ശല്യത്തിനും പരിഹാരം കാണണമെന്ന് UDF. വിശദമായ വാർത്തകളിലേക്ക്. ആയൂരിൽ വാഹനാപകടത്തിൽ അച്ഛനും മകനും മരിച്ചു. MC റോഡിൽ ആയൂർ പാലത്തിന് സമീപം കാർ ലോറിയിലിടിച്ചാണ് ഇരുവരും മരിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് കാറിന്റെ പിന്നാലെ വന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലും ഇടിച്ചു. കാറിലുണ്ടായിരുന്ന കോഴഞ്ചേരി കിഴക്കേ വലിയപറമ്പിൽ നൈനാൻ വർഗീസ്, മകൻ റോബിൻ നൈനാൻ എന്നിവരാണ് മരിച്ചത്. നൈനാൻ വർഗീസിന്റെ ഭാര്യ റോസി നൈനാൻ, റോബിന്റെ മക്കളായ അധീന, ആദം എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ റോസി നൈനാൻ കാറിൽ നിന്ന് തെറിച്ച് റോഡിൽ വീണു. ആയൂർ പാലത്തിന് സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വന്ന കാർ ആയൂർ ഭാഗത്തു നിന്ന് വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് കാറിന്റെ പിന്നാലെ വന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലും ഇടിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം നിശ്ശേഷം തകർന്നു. കാറിന്റെ പല ഭാഗങ്ങളും റോഡിന്റെ മറുഭാഗത്ത് തെറിച്ചു വീണു. കാർ ഓടിച്ചിരുന്ന റോബിൻ നൈനാൻ ശരീരമാസകലം മുറിവേറ്റ് സീറ്റിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു. പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. റോബിൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ലോറിയിലുണ്ടായിരുന്നവർക്കും ബസ്സിലുണ്ടായിരുന്നവർക്കും കാര്യമായ പരിക്കില്ല. റോസിയെ വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കാലൊടിഞ്ഞ അധീനയെ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിലും ആദത്തെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് MC റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. പന്മന ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. മത്സ്യത്തൊഴിലാളികൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കച്ചവടത്തിനായി ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത്. 2025-26 പന്മന ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫിഷറീസ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യവില്പനയ്ക്കായി 2 വീലറും അതുപോലെ തന്നെ ഐസ് ബോക്സും വിതരണം ചെയ്യുന്ന പദ്ധതി. ആ പദ്ധതിക്ക് നമ്മൾ അടങ്കൽ തുക ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് 4 ലക്ഷം രൂപയാണ്. അതിൽ 50% നമ്മൾ സബ്സിഡി ഒരു വണ്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഒരു വണ്ടിക്കും ഐസ് ബോക്സിനും കൂടെ ചേർന്നിട്ട് ഒരു യൂണിറ്റ് വില എന്ന് പറയുന്നത് 80,000 രൂപയാണ് നമ്മുടെ പദ്ധതി പ്രകാരം കൊടുക്കുന്നത്. അതിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്ന് നമുക്ക് 5 പേർക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. 50% സബ്സിഡിയോടുകൂടിയായിരുന്നു വിതരണം. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യ വിപണനത്തിനായി രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികൾക്ക് 50% സബ്സിഡി നിരക്കിൽ ഇരുചക്ര വാഹനങ്ങൾ നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. നമ്മുടെ പ്രദേശത്ത് മത്സ്യവിപണനവുമായി ബന്ധപ്പെട്ട ജീവിത മാർഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ആവശ്യമായ പിന്തുണ, സഹായങ്ങൾ പലപ്പോഴും ലഭിക്കാറുണ്ട്. അത്തരം ആളുകൾക്ക് മെച്ചപ്പെട്ട നിലയിലേക്ക് ജീവിത സാഹചര്യങ്ങൾ മാറ്റിയെടുക്കുന്നതിനും സൗകര്യപ്രദമായ നിലയിൽ മത്സ്യവിപണനം നടത്തുന്നതിനും വേണ്ടി ഒരാശ്വാസം എന്ന നിലയിലാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ പ്രയോജനം തീർച്ചയായും നമ്മുടെ ഓരോ പ്രദേശത്തെയും മത്സ്യവിപണനത്തിന് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. വൈസ് പ്രസിഡന്റ് ഷംന റാഫി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ B സുകന്യ, ജനപ്രതിനിധികളായ സുജ ഷിബു, സുധീന, ശാലിനി, ശ്രീകല, രഞ്ജിത്ത്, താജ് പോരൂക്കര, സലിജ, ഹസീന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കല്ലുവാതുക്കലിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പാരിപ്പള്ളി പുലിക്കുഴിക്ക് സമീപം തൊളിക്കോട് സ്വദേശി രവീന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കല്ലുവാതുക്കൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്.
കല്ലുവാതുക്കൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലാണ് വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാരിപ്പള്ളി പുലിക്കുഴിക്ക് സമീപം തൊളിക്കോട് ചരുവിള വീട്ടിൽ 65 വയസ്സുള്ള രവീന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ 6:30യോടെ കെട്ടിട ഉടമയാണ് മൃതദേഹം രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. കെട്ടിടത്തിന്റെ 2ാം നിലയിലായിരുന്നു മൃതദേഹം. പാരിപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അടിയുടെ ആഘാതത്തിലാണ് രവീന്ദ്രൻ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. രവീന്ദ്രന്റെ തലയ്ക്ക് പിന്നിലായി 6 സെന്റിമീറ്റർ നീളത്തിൽ മുറിവും ചെവിക്ക് സമീപമായി 3 സെന്റിമീറ്റർ ആഴത്തിലുള്ള മുറിവുമുള്ളതായി പ്രാഥമിക ഇൻക്വസ്റ്റിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിന്റ് വിഭാഗം, ഫോറൻസിക് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന രവീന്ദ്രൻ കല്ലുവാതുക്കൽ പാരിപ്പള്ളി ഭാഗങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കാറുള്ള ആളാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തഴവ പഞ്ചായത്ത് സെക്രട്ടറിയെ UDF പ്രവർത്തകർ ഉപരോധിച്ചു. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. പ്രദേശത്തെ കാട്ടുപന്നി ശല്യത്തിനും പരിഹാരം കാണണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. തഴവ പാവുമ്പ പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് UDF നേതാക്കളും പ്രവർത്തകരും പഞ്ചായത്ത് ഓഫീസിൽ ഉപരോധം നടത്തിയത്. പ്രദേശത്തെ വ്യാപകമായ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പാവുമ്പ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ട് നാളുകളായി. കടുത്ത വേനലിൽ കിണറുകൾ വറ്റിവരണ്ടു. വ്യാപകമായി കൃഷി നശിച്ചു. പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഇതിൽ നിന്നുള്ള വെള്ളം എല്ലായിടത്തും ലഭിക്കുന്നില്ല. കുടിവെള്ള പദ്ധതിയുടെ കുഴൽക്കിണറിലും ജലനിരപ്പ് താഴ്ന്നു വരികയാണ്. പഞ്ചായത്തിൽ നിന്ന് ടാങ്കറുകളിൽ വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യത്തിന് ഇത് മതിയാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് UDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ ഉപരോധ സമരം നടത്തിയത്. പഞ്ചായത്ത് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് ഉറപ്പ് ലഭിച്ചതായും ഇതേ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർമാരടക്കം ഇവിടെ എല്ലാവരും വന്നു നിൽക്കുകയാണ്. നിങ്ങൾ എല്ലാ വർഷവും കാണിക്കുന്നത് ഒരു അനുവർത്തിക്കുന്ന കീഴ്വഴക്കം നിങ്ങൾ എന്തുകൊണ്ട് ലംഘിക്കപ്പെടുന്നു? എന്തുകൊണ്ട് പാവുമ്പയിൽ കനാല് തുറന്നു വിടുന്നില്ല? ഇതേപോലെ എല്ലായിടത്തെ കാര്യമല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. എല്ലാ വർഷവും കീഴ്വഴക്കങ്ങൾ ലംഘിച്ചോണ്ട് നാളെ ഇവിടെ വന്നിട്ട് എത്ര ആളായി? കഴിഞ്ഞ വർഷം നിങ്ങൾ തന്നെ ആയിരുന്നല്ലോ ഇവിടെ വെള്ളം ഒഴുക്കിയിട്ടില്ലേ? ഇവിടുത്തെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ അലയുമ്പോഴാണോ നിങ്ങൾ കൃഷിയെ പറ്റി സംസാരിക്കുന്നത്? ഇവിടെ തുറന്നു വിട്ട് ഇന്ന് വെള്ളം തുറന്നു വിട്ടില്ലേ നിങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ വന്ന് കയറും. എത്ര മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? അവിടെ എത്ര മണിക്ക് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും? ജലം എത്ര മണിക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? അവിടെ 6 മണിയായിട്ടാണ്. നിങ്ങൾ 6 മണിക്ക് തന്നെ വരുന്നുണ്ട്, പോകുന്നുണ്ടോ? അന്നേരം നമുക്ക് എത്ര എടുക്കാനൊക്കെ? 4 ട്രിപ്പ് എടുക്കാൻ. 7:30 തുടങ്ങി കഴിഞ്ഞാൽ 4 ട്രിപ്പ് എടുക്കാൻ. ഈ വാഹനം അവിടെ 5000 ലിറ്റർ ടാങ്കിന്റെ വാഹനം അവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ചെറിയ പ്രശ്നങ്ങളിലേ ഉള്ളൂ. അത്യാവശ്യം അത് നിങ്ങൾ ഇത് പോകുന്നില്ലേ? 2000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2000 ലിറ്റർ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ ഓടിച്ചുകാർക്ക് ഒത്തിരി വിഷയങ്ങൾ വെച്ചാൽ അത് അവർക്ക് നഷ്ടം ഉണ്ടാക്കുന്നത്, പഞ്ചായത്തിന് നഷ്ടം ഉണ്ടാക്കുന്ന UDF നേതാക്കളായ MA ആസാദ്, KP രാജൻ, തഴവ ബിജു, തുളസീധരൻ, B അനിൽകുമാർ, ഇന്ദ്രജിത്ത്, ജയലക്ഷ്മി, സുന്ദരകുമാർ, സിംലാദേവി, ദീപാഘോഷ്, ബിന്ദു കോട്ടൂർ, സലീന മജീദ്, ബിന്ദു വിത്തൂർ, ഷാമില ബദർ, ലിജ കുറ്റിവട്ടം, A റഷീദ്, പാപ്പൻകുളങ്ങര സലീം, മേലൂട്ട് പ്രസന്നകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തഴവ. കശുവണ്ടി ഫാക്ടറിയിൽ മോഷണം നടത്തിയ പ്രതികൾ അറസ്റ്റിൽ. കാരിക്കൽ മുളവന സ്വദേശികളാണ് അറസ്റ്റിലായത്. കുണ്ടറ BSNL ഓഫീസിന് സമീപത്തെ പുളിമുക്ക് കശുവണ്ടി ഫാക്ടറിയിലാണ് മോഷണം നടന്നത്. 5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആശുപത്രിമുക്ക് BSNL ഓഫീസിന് എതിർവശം പ്രവർത്തിച്ചിരുന്ന പുളിമുക്ക് കശുവണ്ടി ഫാക്ടറിയിലാണ് മോഷണം നടത്തിയത്.
30 വർഷത്തിലേറെയായി 250-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറിയാണിത്. നിലവിൽ കശുവണ്ടിയുടെ ലഭ്യതക്കുറവ് മൂലം കുറച്ചു നാളുകളായി കമ്പനി പ്രവർത്തിക്കാത്ത സ്ഥിതിയിലാണ്. ഇവിടെ കൃഷിയും സെക്യൂരിറ്റിയുമായി ഒരാളുണ്ട് എന്നതറിയാതെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫാക്ടറിയുടെ പിന്നിലെ മതിൽ ചാടിക്കടന്ന് മുറികളിലെ ഫാനുകൾ, മെഷീൻ പാർട്സുകൾ, 25ഓളം മോട്ടോറുകൾ, അലുമിനിയം പാത്രങ്ങൾ, ത്രാസുകൾ തുടങ്ങി 5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത്. കാരിക്കൽ സ്വദേശി മൊട്ട സുജിത്ത്, മുളവന സ്വദേശിയായ ആദർശ് അപ്പൂസ് എന്നിവരാണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത്. സമീപ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. മുക്കടയിലുള്ള ആക്രിക്കടയിൽ നിന്നും തൊണ്ടിമുതലുകൾ പൂർണ്ണമായും ലഭിച്ചിട്ടില്ലെന്നും ഇവരെ കൂടാതെ കൂട്ടുപ്രതികളുണ്ടെന്നും അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂവെന്നും കുണ്ടറ പോലീസ് പറഞ്ഞു. പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഏഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നെടുമ്പായിക്കുളം ESI വാർഡാണ് ജലക്ഷാമം നേരിടുന്നത്. മിക്കയിടത്തും കിണറുകൾ വരണ്ടു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിലും വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. ഏഴുകോൺ ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പായിക്കുളം ESI വാർഡിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായുള്ളത്. കിണറുകളെല്ലാം വറ്റിവരേണ്ട സ്ഥിതിയിലാണ്. കുടിവെള്ളം എത്തിക്കേണ്ട വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും ശൂന്യമാണ്. പുലർച്ചെ 1 മുതൽ 2 വരെ മാത്രമാണ് ഇവിടെ വെള്ളം ലഭിക്കുന്നത്. ഉണർന്നിരുന്ന് വെള്ളം ശേഖരിക്കാമെന്ന് വെച്ചാലും തുള്ളി മാത്രമായാണ് പലപ്പോഴും വെള്ളം കിട്ടുക. 1 മണിക്കൂർ കാത്തിരുന്നാൽ അര ബക്കറ്റ് വെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 2 മാസമായി ഒട്ടും വെള്ളമില്ല. ഇവിടെ 2 കെട്ടിടം കണ്ട് പാളം കയറിട്ട് കോരുക. അല്ല ഒട്ടും അതിലും ഇല്ല, മോട്ടറും പിടിക്കത്തില്ല, ഒന്നുമില്ല, കോരുക 2 മാസം കൊണ്ട്. ഇല്ല 2 പാട്ടിൽ എനിക്ക് ഇല്ല, ഒഴിഞ്ഞ് കുഴിക്കാനും ഒക്കുന്നില്ല. ഇത് തുടി അടിഞ്ഞിരുന്നു പോയത്. പിന്നെ വെള്ളം ഇറക്കുക, ഇല്ല കറിയാ ഇറക്കും. വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെന്നും പമ്പ് ചെയ്യുന്ന വെള്ളം എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ടെന്നുമാണ് അധികൃതർ പറയുന്നത്. ഇതേസമയം ചിലർ ടാങ്കുകൾ കുഴിച്ചിട്ടും മറ്റും നേരത്തെ തന്നെ വെള്ളം ശേഖരിച്ച് മാറ്റുന്നതായും പരാതിയുണ്ട്. വാട്ടർ അതോറിറ്റി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത്. വെള്ളം ഒട്ടും അഥവാ വന്നാലും തുള്ളിയായിട്ടേ വരത്തുള്ളൂ. രാത്രി 12 മണി കഴിഞ്ഞേ വെള്ളം വരത്തുള്ളൂ. പഞ്ചായത്തുകാരെ അറിയിച്ചു, വെള്ളം വന്നില്ല. വാട്ടർ അതോറിറ്റി അറിയിച്ചു, വെള്ളം വന്നില്ല. മെമ്പറെ വിളിച്ചു പറഞ്ഞു, മെമ്പർക്ക് അനക്കമില്ല. വാട്ടർ അതോറിറ്റി വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. പിന്നെ ഓഫീസിൽ ചെന്ന ആളില്ല, ഫോൺ എടുക്കത്തില്ല. പിന്നെ വെള്ളം മേടിക്കുവാണ്, 250 രൂപ കൊടുത്ത് മേടിക്കുവാണ്. ഇപ്പൊ റോഡ് പണി ആയതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് വരത്തില്ല, വണ്ടി ഇങ്ങോട്ട് വരത്തില്ല. ഇവിടെ ഈ ഏരിയയിൽ അങ്ങ് വെള്ളമില്ല. ഇല്ല, പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നില്ല. വന്നതേ ഇല്ല, ഈ വർഷം വന്നതേ ഇല്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. മെമ്പർ വരും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. പ്രദേശത്തേക്ക് റോഡ് പണി നടക്കുന്നതിനാൽ 7 ദിവസത്തേക്ക് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതുമൂലം ഇവർക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ കിലോമീറ്ററോളം മറ്റുള്ളവരുടെ വസ്തുവിൽ കൂടി നടന്ന് ദേശീയപാതയോരത്ത് എത്തേണ്ട സ്ഥിതിയാണ്. ഞങ്ങൾക്ക് ഇവിടെ 2 മാസമായിട്ട് വെള്ളം കിട്ടുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ ബില്ല് കൃത്യമായി തന്നെ ഇവിടെ വരുന്നുണ്ട്. AA വിളിച്ചാലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചാലും അവരാരും ഫോൺ എടുക്കാറുമില്ല. ഞങ്ങൾ നേരിട്ട് അവരെ ഓഫീസിൽ കാണാൻ ചെന്നാൽ അവരാരും ഓഫീസിലും ഇല്ല. എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ ഓഫീസിൽ പോയി, അവരാരും ഇല്ല. പിന്നെ AA വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, 2 ദിവസത്തിനകം വെള്ളം തരാമെന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം 10-12 ദിവസത്തോളമായി ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് കിട്ടുന്നില്ല. അടിയന്തര പ്രാധാന്യത്തോടെ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ഉറക്കൊഴിഞ്ഞ് ഇത്രയും വെള്ളം പിടിക്കുകയും വേണം. അതോ പൊടി കുഞ്ഞുങ്ങൾ മൂത്രം മൂന്നൊക്കെ വെള്ളം വരക്കാം കേട്ടോ. എന്തിനാ വേണ്ടോ ഒന്നും ഞങ്ങൾക്ക് വെള്ളം തരണ്ട. ബില്ലിന് കിട്ടുമല്ലോ, കട്ടായിട്ടാണ് നിൽക്കും. എന്തായാലും മുഴപ്പിലോട്ട് ഇതിന് ഒന്നും ഞങ്ങൾക്ക് വെള്ളം കിട്ടണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ അടയ്ക്കത്തുമില്ല. ഇതിപ്പോ 2 മാസം കൂടുതലായി. പൊടി പോലെ ചിലയിൽ ഇവിടുന്ന് ഇത്രയും പൈസ ഇവിടുന്ന് ജോലിയും വില ഇല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യും? ഇത്രയും വീട്ടുകാർക്ക് വെള്ളം ഇല്ലാതെ ഞങ്ങൾ എന്തോ ചെയ്യും? ജോലിയും വില ഇല്ലാത്തവരൊക്കെ, പണിയില്ലാത്തവർക്കൊക്കെ എവിടെ വെള്ളം മേടിക്കുന്നോ? ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കാറിൽ മദ്യം കടത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. കടമാൻകോട് സ്വദേശി സുരേന്ദ്രൻ കാണിയാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡാണ് ഭാരതീപുരത്ത് നിന്നും ഇയാളെ പിടികൂടിയത്. കാറിൽ നിന്നും 1 ലിറ്ററിന്റെ 10 കുപ്പി മദ്യം പിടികൂടി. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് അഞ്ചൽ ഏരൂർ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് കാറിൽ കടത്താൻ ശ്രമിച്ച മദ്യവുമായി ഒരാളെ പിടികൂടിയത്. കടമാൻകോട് മുരളി ഭവനിൽ 52കാരനായ സുരേന്ദ്രൻ കാണിയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ രാത്രി ഭാരതീപുരം ജംഗ്ഷനിലായിരുന്നു പരിശോധന. ഫ്ലൈയിംഗ് സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സുരേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞത്. വാഹനത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 1 ലിറ്ററിന്റെ 10 കുപ്പി മദ്യം ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു. പിടിച്ചെടുത്ത മദ്യവും കാറും ഉൾപ്പെടെ ഏരൂർ പോലീസിനെ കൈമാറി. വൈദ്യപരിശോധനകൾ പൂർത്തീകരിച്ച് ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
രാജ്യത്തിന്റെ പുരോഗതിക്കൊപ്പം കോൺഗ്രസിന് നിൽക്കാനായില്ലെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ സമീപനത്തിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കും. 25 മുതൽ ബോധവൽക്കരണ പരിപാടികളും പ്രക്ഷോഭങ്ങളും നടത്തും. BJPയുടെ ഒരു ഔട്ട്റീച്ച് പരിപാടിയും പാളിയിട്ടില്ല. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് 100% വിജയമാണെന്നും താൻ സഭയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയില്ല എന്ന കോൺഗ്രസിന്റെ തിരിച്ചറിവാണ് വനിതാ ബില്ലിനെ കോൺഗ്രസ് എതിർക്കാൻ കാരണമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. രാജ്യത്തിന്റെ പുരോഗതിക്കൊപ്പം നിൽക്കാൻ കോൺഗ്രസിനായില്ല. കാലാകാലങ്ങളായി ഡീലിമിറ്റേഷൻ താമസിപ്പിച്ചു. കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ സമീപനത്തിൽ വലിയ സമരപരിപാടികൾ സംഘടിപ്പിക്കും. 25 മുതൽ മണ്ഡലതലങ്ങൾ മുതൽ ബോധവൽക്കരണ പരിപാടികളും പ്രക്ഷോഭങ്ങളും BJP സംഘടിപ്പിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഒരിക്കലും ഇന്ത്യയുടെ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ള കോൺഗ്രസിന്റെ ടെൻഷൻ നിന്നുണ്ടാകുന്നു. അപ്പൊ അത് അവരുടെ ഭാവി ഇല്ലെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇത്രയും വലിയ സ്ത്രീ വിരുദ്ധ സമീപനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത്. ഇതെല്ലാം താഴെ തട്ട് വരെ കേരളത്തില് ഇലക്ഷൻ ഉള്ള സമയം, ഇലക്ഷൻ ഇല്ലാത്ത സമയം, ഇന്ത്യ മഹാരാജ്യത്ത് ബൈ ഇലക്ഷനുകളോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷനുകളോ ഇല്ലാത്ത ഒരു വർഷവും എല്ലാ വർഷങ്ങളും അപ്പൊ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇലക്ഷൻ നോക്കി നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയില്ല. ഇവർ സ്വീകരിച്ചിട്ടുള്ള ഈ സ്ത്രീവിരുദ്ധ സമീപനം ഇത് താഴെ തട്ടുവരെയുള്ള പ്രവർത്തനങ്ങൾ ഏതൊരു സാധാരണക്കാരനും ബോധ്യമാകുന്ന കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്ത്രീവിരുദ്ധ സമീപനം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സമര പരിപാടികൾ ഭാരതീയ ജനതാ പാർട്ടി ആവിഷ്കരിക്കും. അതിന്റെ പ്രചരണ പരിപാടികൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ 23-ന് തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടാവും. 25 മുതൽ 30 വരെ ജില്ലാതലത്തിലും മണ്ഡലതലത്തിലും ബോധവൽക്കരണവും പ്രക്ഷോഭവും ഈ ബില്ലിനെ എതിർത്ത കോൺഗ്രസ്, ഇടത്, ഇന്ത്യ മുന്നണി സമീപനത്തെ പാർട്ടി സ്വീകരിക്കും. കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് വിശ്വസിക്കുന്നില്ല. ബില്ലിനെക്കുറിച്ചല്ല, കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നാണ് കോൺഗ്രസിൽ നടക്കുന്ന ചർച്ച. ബില്ലിനെതിരെ കോൺഗ്രസ് കാണിച്ചത് മണ്ടത്തരമാണ്. കേരളത്തിൽ BJP മുന്നേറും. ഏറ്റവും മികച്ച പ്രകടനം BJP കാഴ്ചവെക്കും. BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് 100% വിജയമാണ്. ഒരിക്കലും സഭയ്ക്കെതിരെ താൻ പരാമർശം നടത്തിയിട്ടില്ല. സഭയുടെ മുഖപത്രത്തിനെതിരെയാണ് പരാമർശം നടത്തിയിട്ടുള്ളത്. രാജ്യവിരുദ്ധ ശക്തികളെ താൻ എതിർക്കുമെന്നും കൊല്ലം പ്രസ് ക്ലബിൽ ഷോൺ ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെന്മല ഡാം ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത എന്ന ആക്ഷേപം. യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റ കമ്പി മാത്രം ഘടിപ്പിച്ചാണ് ഇരിപ്പിടം നിർമ്മിച്ചിട്ടുള്ളത്. വെയിറ്റിംഗ് ഷെഡിന് മേൽക്കൂരയുമില്ല. തെന്മല ഡാം ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടമാണ് അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ളത്. യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇടുങ്ങിയ ഭാഗത്ത് ഒരു സ്റ്റീൽ കമ്പി മാത്രം ഘടിപ്പിച്ചാണ് ഇരിപ്പിടം നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ മണിക്കൂറോളം അവിടെ നിൽക്കുമായിരുന്നു. എന്നിട്ടൊന്ന് ഇരിക്കാന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേനും അതായത് മനുഷ്യന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഈ ബെഞ്ച് തയ്യാറാക്കി ഇട്ടേക്കുന്നത്. ഇതിനകത്ത് ഏത് കോൺട്രാക്ട് ചെയ്താലും ഏത് വകുപ്പിൽ ചെയ്താലും ഇത് മനുഷ്യന് ഉപയോഗിക്കാനുള്ള രീതിയിൽ വേണ്ട ചെയ്യാൻ. നമുക്കൊരു 5 മിനിറ്റ് പോലും ഇത് ഇരിക്കാനൊക്കത്തില്ല. അപ്പോഴത്തേനും കാലും ദേഹവും മൊത്തത്തിൽ വേദനയാകും. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വെക്കിലിട്ട് പണിയുക, സർക്കാർ പൈസകൾ ഇങ്ങനെ അനാവത്താക്കി ചെലവാക്കുക എന്നുള്ള ഏക ലക്ഷ്യം ഇതിലൂടെ തട്ടിപ്പാടാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തിട്ടേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമല്ലോ. ടൂറിസ്റ്റുകൾ ഒരുപാട് ആൾക്കാർ വന്ന് മറിയുന്നതാണ് ഈ ഡാമിൽ. അപ്പോഴത്തേനും അവർക്കൊന്ന് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇരിക്കാനൊക്കാത്തൊരു കണ്ടീഷനിലാണ് ഒരു ബെഞ്ച് ഇവിടെ നിർമ്മിച്ചിട്ടേക്കുന്നത്. കാത്തിരിപ്പ് കേന്ദ്രത്തിന് മേൽക്കൂരയുമില്ല. ഇതുമൂലം പക്ഷികളുടെ കാഷ്ടം യാത്രക്കാരുടെ മേൽ വീഴുന്നതും പതിവാണ്. ഡാം സന്ദർശിക്കാനെത്തുന്ന ആളുകളുടെ ഏക ആശ്രയമാണ് ഈ വെയിറ്റിംഗ് ഷെഡ്. മഴ പെയ്താൽ കയറി നിൽക്കാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥിതിയിലാണ് തദ്ദേശീയരും വിദേശീയരുമായ സഞ്ചാരികൾ. അപ്പോൾ ഇത് തീർത്തും അവർ എന്താ പറയുക, ഒരു ജനങ്ങളെ മുതലെടുക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമാണ്. ഈ ഫണ്ടുകൾ തട്ടിച്ചെടുക്കുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് മാന്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ഈ ബെഞ്ചിൻ്റെ തന്നെ ഫോട്ടോ ഒന്ന് സാറിന് എടുത്ത് നോക്കി ഇതിനകത്ത് എങ്ങനെ മനുഷ്യന് ഇരിക്കാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുന്ന രീതിയിലല്ല അവർ ചെയ്തിട്ടേക്കുന്നത്. ഇതാ ജനങ്ങൾക്ക് നിരന്തരമായി കാണിക്കുന്നത്. നമുക്കൊരു പഞ്ചായത്ത് ഭരണസമിതിയിലോ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറോ ഒന്നും ഇത് ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ ഇങ്ങനെയുള്ള അഴിമതികൾ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മലയിൽ കരടിയെ കണ്ടിട്ടും നടപടി സ്വീകരിക്കാതെ വനം വകുപ്പ്. തെന്മല 13 കണറ പാലത്തിന് സമീപമാണ് കരടിയും 2 കുട്ടികളെയും നാട്ടുകാർ കണ്ടത്. ജനവാസ മേഖലയിലാണ് കരടിയെ കണ്ടത്. ഇതിനാൽ നാട്ടുകാർ ഭീതിയിലാണ്. തെന്മല 13 കണ്ണറ പാലത്തിന് സമീപമാണ് കരടിയെ കണ്ടത്. ജനവാസ മേഖലയിൽ 2 കുട്ടികൾ ഉൾപ്പെടുന്ന കരടിക്കൂട്ടത്തെ കണ്ടിട്ട് വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. നിരവധി വിനോദസഞ്ചാരികൾ 13 കണ്ണറ പാലം കാണാനായി എത്തുന്നുണ്ട്.
കരടികൾ സഞ്ചാരികളുടെ അടുത്തേക്ക് പാഞ്ഞടുത്തതായും പറയുന്നു. ചൂട് കൂടുതലായതിനാൽ വെള്ളം കുടിക്കാനും കാട്ടിൽ കായ്കനികളുടെ കുറവുമാണ് ആറിന്റെ തീരത്തേക്ക് കരടികൾ വരാൻ കാരണമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാട്ടിലേക്ക് ഓടിച്ചുവിടുക എന്നത് പ്രയാസമേറിയ കാര്യമാണെന്നും കൂടുവെച്ച് പിടിക്കുക എന്നുള്ള മാർഗമാണ് മുന്നിലുള്ളതെന്നും കുഞ്ഞുങ്ങളുള്ളതിനാൽ അത് പ്രയാസമുള്ള കാര്യമാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു മാസമായി ഈ പാറയിൽ കരടിയുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു. കരടിയുടെ ആക്രമണം പുലിയുടെ 10 മടങ്ങ് ശക്തിയുള്ളതിനാൽ കരടിയെ ഉൾവനത്തിലേക്ക് അയക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ കരടിയും കുഞ്ഞും ഏതാണ്ട് ഒരു മാസത്തോളം കാലമായി തെന്മല MSL ഭാഗത്ത് വളരെ ആശങ്ക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളോട് ഉള്ളതുകൊണ്ട് നാട്ടുകാർക്കോ മറ്റുള്ള ആൾക്കാർക്കോ അതിൻ്റെ അപ്പുറത്ത് പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും വരാൻ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ റോഡ് കടന്ന് മലയ്ക്ക് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും മറ്റുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ള ഒരു നടപടി ഫോറസ്റ്റുകാരോ മറ്റുള്ള നാട്ടുകാരോ ചെയ്യണമെന്നാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല. അതിശക്തമായ ചൂടിൽ വെന്തുരുകി പുനലൂർ. 40 ഡിഗ്രി സെൽഷ്യസ് ആണ് പുനലൂരിലെ ചൂട്. സംസ്ഥാനത്ത് ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്ന നഗരമായി പുനലൂർ മാറുകയാണ്. മുൻവർഷത്തേക്കാൾ ഏപ്രിലിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടത്. ഭയങ്കര ചൂടാണ്. 41-42 ഡിഗ്രി കണ്ട ചൂടാണ്. സാധനങ്ങളെല്ലാം നശിച്ചു പോവുക. ആൾക്കാർ ഇറങ്ങുന്നില്ല ചൂട് കാരണം. ദേഹം മൊത്തം പൊള്ളി ചൂട് കാരണം ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ചൂട്. സാധനങ്ങളെല്ലാം നശിച്ച് വാരിക്കളയും ഓരോ ദിവസവും. കച്ചവടമേ ഇല്ല ചൂട് കാരണം. ചൂട് കൊണ്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഒരിടത്ത് ഇരിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായി. വെള്ളവും ഇല്ല, കുടിവെള്ളം പോലും കിട്ടാൻ ബുദ്ധിമുട്ടായി ചൂട് കാരണം. ചൂട് കഠിനമായതോടെ പുനലൂരിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. 11 മണി കഴിഞ്ഞാൽ പുനലൂരിന്റെ നിരത്തുകൾ ഇപ്പോൾ ശൂന്യമാണ്. കടകമ്പോളങ്ങളിലും ഓട്ടോറിക്ഷ ടാക്സി സ്റ്റാൻഡുകളിലും കടുത്ത പ്രതിസന്ധിയാണ് ചൂട് തീർത്തിട്ടുള്ളത്. ചൂടൊക്കെ ഭയങ്കര ചൂടത്തിൽ പറഞ്ഞു. ആൾക്കാർ ഇറങ്ങില്ലെത്തി പറഞ്ഞു. കച്ചവടം മൊത്തം എല്ലാവരും മോശം വന്നുകൊണ്ടിരിക്കുന്നത്. ചൂട് എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം വിഷയത്തിക്കത്തി പറഞ്ഞു. അങ്ങനെ വലിയ ചൂടത്തി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പൊ കച്ചവടം ഫുള്ള് മോശം ഇപ്പം എന്ന് പറഞ്ഞാൽ വെയിൽ കാരണം ആരും പുറത്തിറങ്ങുന്നില്ലെത്തി പറഞ്ഞു. പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ കച്ചവടം എന്ന് പറഞ്ഞാൽ ഫുള്ളും മോശം അത്യം പറഞ്ഞു. രാവിലെ മൊത്തം എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കത്തെയും പറഞ്ഞു. ഈ വെയിൽ കാരണം പറഞ്ഞാൽ ഇപ്പൊ ഒന്നാമത് ഈ സർക്കാരിന്റെ വകുപ്പുള്ള ഓർഡർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ വെയിൽ കൂടുതൽ ആൾക്കാർ സ്റ്റാഫ് നിർത്താൻ പറ്റില്ല. വന്നിട്ട് പോലും ഭയങ്കര ചൂടായിട്ടിരിക്കും പറഞ്ഞു. കുട ചൂടാതെ പകൽ സമയത്ത് നഗരത്തിലൂടെ നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. മരങ്ങളുടെ തണലും കടത്തിണ്ണകളിലെ തണുപ്പിലുമാണ് നഗരത്തിലെത്തുന്നവർ അഭയം തേടുന്നത്. പുനലൂർ നഗരത്തെ കീറിമുറിച്ച് കല്ലടയാർ കടന്നുപോകുന്നുണ്ടെങ്കിലും ചൂടിനെ പ്രതിരോധിക്കാൻ നീരൊഴുക്കിനും കഴിയുന്നില്ല. കല്ലടയാറ്റിലെ ജലനിരപ്പ് നന്നേ താഴ്ന്നിരിക്കുന്നു. കല്ലടയാറ്റിലേക്ക് ഒഴുകിയെത്തുന്ന ചെറുതോടുകൾ മിക്കതും വറ്റി വരണ്ടു. പുനലൂരിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ തെന്മല ഡാമിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. തമിഴ്നാട്ടിലെ ചുരം കടന്നെത്തുന്ന ശീതക്കാറ്റാണ് പുനലൂരിലെ കടുത്ത ചൂടിന് കാരണമെന്ന് പറയപ്പെടുമ്പോഴും ശാസ്ത്രീയമായ പഠനം നടത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള ശീതക്കാറ്റാണ് ചൂടിന് കാരണമെങ്കിൽ ആര്യങ്കാവിലും തെന്മലയിലും പുനലൂരിൽ അനുഭവപ്പെടുന്ന ചൂടിന്റെ അത്രയും ചൂട് അനുഭവപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും പുനലൂരിലെ നിലവിലെ ചൂട് മനുഷ്യന് താങ്ങാൻ കഴിയാവുന്നതിലും അധികമാണ്. ചൂട് പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വെളിയിലോട്ട് നോക്കാൻ പോലും പറ്റത്തില്ല, കണ്ണ് കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അന്തരീക്ഷമാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഒരു 60 ഡിഗ്രിയുടെ അടുത്തുള്ള അത്രയും ഇതാണ് നമുക്ക് തോന്നുന്നത്. വഴിയാത്രക്കാരെയും വഴിവാണിഭക്കാരെയും ചെറുകിട കച്ചവടക്കാരെയും ചൂട് ശക്തമായി ബാധിച്ചിട്ടുണ്ട്. വ്യാപാര മേഖലയാകട്ടെ തകർച്ചയുടെ വക്കിലുമാണ്. ചൂട് മൂലം സാംക്രമിക രോഗങ്ങൾ പടരാൻ സാധ്യതയേറെയാണ്. ഭയങ്കര ചൂടാ, നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വെളിയിലോട്ട്. ശരീരമെല്ലാം വല്ലാതെ വരുക വെയിൽ കൊണ്ട്. ഒരു നിവൃത്തിയില്ലാത്തോണ്ട് ഇന്ന് മരുന്ന് കഴിക്കാൻ ഇറങ്ങി വന്നതാ. വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ഇല്ല, അവിടെ ഉള്ളൂ, എങ്ങും ഇല്ല. ഇതൊരു ചന്തയുടെ അവിടെ വന്ന് നിന്ന് ബസ്സിന് പോകണ്ടപ്പം ഞങ്ങൾ ചന്തയുടെ അവിടെ ഇവിടെ വന്ന് നിന്ന് കണലത്തോട്ട് മാറി നിന്നിട്ട് വണ്ടി വരുമ്പോൾ കയറി പോവുക. ഞങ്ങൾക്ക് ഒട്ടും നിൽക്കാൻ വയ്യ. സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നഗരസഭയിൽ വാളക്കോടാണ് സൂര്യാതപം അളക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 39.5 ഡിഗ്രിയാണ് ചൂട് രേഖപ്പെടുത്തിയത്. തൽസ്ഥിതി തുടരുകയാണെങ്കിൽ ചൂട് ഇനിയും കൂടും. കടുത്ത ചൂടിനിടയിൽ പൊടി പറത്തിയെത്തുന്ന ചൂട് കാറ്റും ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ചൂട് സഹിക്കുകയ്യ, ഭയങ്കരമായ ചൂട്, അതിഗംഭീരമായ ചൂട്. ഏതാണ്ട് ഒരു 10-25 വർഷത്തിനകത്ത് ആദ്യമായിട്ടാണ് ഈ ഇത്രയും വലിയ ചൂട് കാണുന്നത്. ഭയങ്കരമായ ചൂട്. ഇനി അടുത്ത മാസം ആകുമ്പോഴത്തേന് പൊതുവായി അറിയപ്പെടുന്നത് 46 ഡിഗ്രി വരെ ആവുകയാണ്. 46 ഡിഗ്രി അത് നിന്ന് കത്തും. നല്ല ചൂടാണ്. ചൂട് കാരണം വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ വ്യാപാരമൊക്കെ വളരെ കുറവാണ്. ആൾക്കാർ ടൗണിൽ ഇറങ്ങുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലായപ്പോൾ കച്ചവടങ്ങൾ കൂടുതലാണ്, വളരെ കൂടുതലായപ്പോൾ ആൾക്കാർ ടൗണിൽ ആൾക്കാർ ഇറങ്ങുന്നില്ല ചൂട് കാരണം. വ്യാപാരങ്ങളൊക്കെ ഇപ്പോൾ വളരെ മോശമായിട്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
ചികിത്സയ്ക്കായി ഗൃഹനാഥൻ സുമനസുകളുടെ സഹായം തേടുന്നു. പുനലൂർ ഐക്കരക്കോണം സ്വദേശി ബിജുമോനാണ് സഹായം തേടുന്നത്. വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ബിജുമോന് ഹൃദയ സംബന്ധമായ രോഗമാണ്. ജീവൻ നിലനിർത്താൻ അടിയന്തര ശസ്ത്രക്രിയ അനിവാര്യമാണ്. ഏറെ നാളായി പുനലൂർ ഐക്കരക്കോണം തോട്ടരികിൽ വീട്ടിൽ 47കാരനായ ബിജുമോൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ ജീവിതത്തിലേക്ക് ബിജുമോന് തിരിച്ചു വരാൻ കഴിയൂ. ഇതിനുള്ള ഭീമമായ തുക കണ്ടെത്താൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് കുടുംബം. വർക്ക്ഷോപ്പിൽ പാച്ച് വർക്കുകളുടെ ജോലി ചെയ്താണ് ബിജുമോൻ രോഗബാധിതരായ മകൻ്റെയും ഭാര്യയുടെയും ചികിത്സാ ചെലവുകൾ നടത്തിയിരുന്നത്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഹൃദയ സംബന്ധമായ രോഗമുണ്ടാകുന്നത്. പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുമായി. ഈ സാഹചര്യത്തിലാണ് കുടുംബം ബിജുമോൻ്റെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി തുക കണ്ടെത്താനായി സുമനസുകളുടെ സഹായം തേടുന്നത്. ഇന്ത്യൻ ബാങ്ക് പുനലൂർ ശാഖയിൽ ബിജുമോൻ്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ആയൂരിൽ വാഹനാപകടത്തിൽ അച്ഛനും മകനും മരിച്ചു. MC റോഡിൽ ആയൂർ പാലത്തിന് സമീപം കാർ ലോറിയിലിടിച്ചാണ് ഇരുവരും മരിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. കല്ലുവാതുക്കലിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പാരിപ്പള്ളി തൊളിക്കോട് സ്വദേശി രവീന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. അന്വേഷണം ഊർജിതമെന്ന് പോലീസ്. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം. തഴവ പഞ്ചായത്ത് സെക്രട്ടറിയെ UDF പ്രവർത്തകർ ഉപരോധിച്ചു. കാട്ടുപന്നി ശല്യത്തിനും പരിഹാരം കാണണമെന്ന് UDF. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.